ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുടി കൊഴിച്ചിൽ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. നമ്മളൊരു പരിധിവരെ നമ്മളുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലിനെ തടയാൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, മുടി കൊഴിച്ചിൽ നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റാനും ഒക്കെ ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം നോർമലി ഏതൊരാളുടെ തലയിൽ നിന്നും ഒരു 50 മുതൽ 100 മുടി വരെ ദിവസം കൊഴിയും. അതൊരു നോർമൽ പ്രോസസ്സാണ്. പക്ഷെ അതിൽ കൂടുതലായിട്ട് നമ്മുടെ തലയിൽ നിന്ന് മുടി പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ നമുക്ക് ഹെയർ ലോസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം, അതായത് നമ്മൾ നോർമലി ഇപ്പം നീളമുള്ള മുടിയുള്ള ആൾക്കാർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതായത് നമ്മൾ മുടി ചീകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടി ഉണ്ടെങ്കിൽ നമുക്കത് കാണാം. അല്ലെങ്കിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് ഒരുപാട് മുടി കാണുന്നുണ്ട്. അതായത് നമുക്കൊരു 50 to 100 കൂടുതലായിട്ട് നമുക്ക് മുടി കാണുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും നമ്മൾ ചാരി ഇരിക്കുന്ന നമ്മുടെ പില്ലോയിലും ഒക്കെ മുടി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് എന്നാണ്. എന്നാൽ നമുക്ക് ഷോർട്ട് ഹെയർ, അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്കൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുടി ചീകുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് നമുക്ക് കാണില്ല. അതേസമയം അത് താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കിടക്കുന്ന ബെഡിൽ അല്ലെങ്കിൽ പില്ലോയിലൊക്കെ മുടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് പുരുഷന്മാർക്ക് മുടി കൊഴിച്ചിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പം നമുക്ക് മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണെന്ന് പറഞ്ഞു. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അത് ഏതൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കാരണം. ഒരാൾക്ക് പലതരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്ട്രെസ്സിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഹെയർ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള മൾട്ടി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പല വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെയർ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പല ആൾക്കാർക്കും അവർ ഡയറ്റിലൂടെ, അതായത് പ്രോപ്പർ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് അവർ സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് ജേണിയിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെയർ ലോസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അവർ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കാതെ വെറും വെയിറ്റ് കുറയണം എന്നുള്ള ഒരു എയിം മാത്രം നമ്മൾ മനസ്സിലെടുത്തുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു ഡയറ്റ്, പ്രോപ്പർ അല്ലാത്തൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ മെലിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ലോസ് നന്നായിട്ട് ഈ ഒരു സമയത്ത് മിക്ക ആൾക്കാർക്കും ഫേസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഹെയർ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൾപ്പ്, അതായത് തലയോട്ടി ഡ്രൈ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. നോർമൽ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയോട്ടി ഡ്രൈ ആകുമ്പം, അപ്പോൾ നമ്മൾ നോർമലി അതിനെ ഓയിൽ ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ സ്കാൾപ്പിൽ ഓയിൽ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഡാൻഡ്രഫ് മാറേണ്ടതാണ്. എന്നാൽ ചില ആൾക്കാർക്ക് ഡാൻഡ്രഫിൻ്റെ വേറൊരു രൂപം, അതായത് കട്ടിയായിട്ട് ഒരു പൊറ്റ പോലെ നമ്മുടെ തലയോട്ടിയിൽ കട്ടി പിടിച്ച് നിൽക്കുകയും അത് പിന്നീട് ആ ഭാഗത്ത് അവർക്ക് എച്ചിങ് പോലെ ചൊറിച്ചിൽ വരിക, അതുപോലെ നന്നായിട്ട് ആ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് മുടി കൊഴിഞ്ഞു പോവുക. അത്തരത്തിലുള്ള ഡാൻഡ്രഫിനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വേണം നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ. അത് ഒരുപക്ഷെ നമ്മളുടെ ഇത്തരത്തിലുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ഓയിൽ മസാജിലോ അത് മാറണമെന്നില്ല. അതിന് നമ്മൾ കറക്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിൽ ഹെയർ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമാകും തോറും നമ്മൾ നമ്മൾ യങ് ആയിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടായിരുന്ന അത്ര മുടി തന്നെ നമുക്ക് ഏജിങ് സമയത്ത് നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് കുറയാനും അതുപോലെ തന്നെ ഹെയർ ലോസ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് വരുന്നൊരു സമയമാണ് ഏജിങ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റ് നമ്മൾ മൾട്ടി ന്യൂട്രിയൻസ് നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ലോസ് നമുക്ക് തടയാൻ സാധിക്കും.
പിന്നെ എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങൾ പറഞ്ഞു, അതായത് സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തും നമുക്ക് ഹെയർ ലോസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹെയർ ലോസ് വരുന്നതെന്നും അത് ആ ഒരു കാരണം നമ്മൾ ട്രീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഹെയർ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ ഹെയർ ലോസ് തടയാനും നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെലിവറിക്ക് ശേഷം, അതായത് പ്രസവ സമയത്ത്, അതായത് പ്രസവത്തിൻ്റെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മുടി ഉണ്ടാകും മിക്ക ആൾക്കാർക്ക്. കാരണം നമ്മൾ അത്രയും ഹെൽത്തി ഫുഡുകൾ നമ്മുടെ ശരീരത്തിലോട്ട് കൊടുക്കുന്നു, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്രയും കെയർ എടുക്കുന്ന ഒരു സമയമാണ് ആ ഒരു ഗർഭിണിയായി പ്രസവിക്കുന്ന ആ ഒരു സമയം. അതിനുശേഷം കാണാൻ ചില ആൾക്കാർക്ക് നന്നായിട്ട് ഹെയർ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന PCOD ആണെങ്കിലും ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു അസുഖമുള്ള ആൾക്കാർക്കും ഹെയർ ലോസ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന പല പിൽസ് കാരണം, പിന്നെ നമ്മുടെ ക്ലൈമറ്റ്, അതും ഇതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ്. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും നമുക്ക് ഹെയർ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഹെയർ ലോസ് വരും. അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് തടയാൻ സാധിക്കും. മിക്ക ആൾക്കാരും നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് മനസ്സിലാക്കാതെ പലതരത്തിലുള്ള ഓയിലുകളും അപ്ലൈ ചെയ്തതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കില്ല. വൺസ് ഒരുപക്ഷെ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുടി വളരുന്നുണ്ടെങ്കിലും അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ അളവ്, അതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് മുടി കൊഴിഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അതായത് പ്രായമാകും തോറും സ്ത്രീകളിലും പുരുഷന്മാരിലും ഹെയർ ലോസ്, അതായത് മുടി കൊഴിയുന്നത് പല രീതിയിലാണ്. പ്രധാനമായിട്ട് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോർഹെഡ്, അതായത് നമ്മുടെ ഈ മുൻവശത്തെ മുടി കയറി വരികയും അതേപോലെ തന്നെ അവരുടെ ഈ ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്നും മുടി കൊഴിഞ്ഞു വരും. അങ്ങനെ ഇത് രണ്ടും കയറിയിട്ട് ഏകദേശം കഷണ്ടി രൂപത്തിലാണ് പുരുഷന്മാർക്ക് വരുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ഭാഗത്തു നിന്നായിട്ട് മുടിയുടെ തിക്നെസ് കുറയുകയും അതുപോലെ തന്നെ തലയോട്ടി, നമുക്ക് തലയിലേക്ക് നോക്കുമ്പോൾ തന്നെ തലയോട്ടി കാണുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കും മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കുക. അപ്പം രണ്ടുപേർക്കും വ്യത്യസ്ത തരത്തിലാണ് മുടി കൊഴിച്ചിൽ വരിക. പക്ഷെ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് വൈസിലോട്ട് പോയി കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡയറ്റിനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷനും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറും. അതായത് നമ്മുടെ ടെൻഷൻ പോലുള്ള അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ ഫിസിക്കൽ ഹെൽത്തി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഒരുവിധം അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്ന നോർമൽ അസുഖങ്ങൾ, ഇപ്പോൾ ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ലോസ് കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കും. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഏതൊരാൾക്കും നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസി വരാം. അത് ചിലപ്പോൾ ഒരു വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ പല വൈറ്റമിൻസും മിനറൽസും ആയിരിക്കും. അപ്പോൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള മൾട്ടി വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ പറഞ്ഞു പലതരത്തിലുള്ള അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഹെയർ ലോസ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മളൊരു ഡോക്ടർ തീർച്ചയായും പോയി ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഡോക്ടർ എന്താണ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആ അസുഖം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ലോസ് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് വൈസിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹെയർ ഗ്രോത്ത് റിസൾട്ട് നമുക്ക് കാണുന്നില്ല. ചിലപ്പോൾ ഒരു 4 months കഴിഞ്ഞാലായിരിക്കും ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടുവരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1 year വരെ എടുക്കും നമുക്ക് കാണുമ്പം മനസ്സിലാക്കുന്ന തരത്തിലുള്ള റിസൾട്ടിലോട്ട് വരാൻ. അപ്പോൾ നമ്മൾ അത്രയും ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ ലോസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ ട്രീറ്റ്മെൻറ്റും.
ഇപ്പം നമുക്ക് അവർക്ക് കഷണ്ടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ PRP പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് സ്കാൽപ്പിൽ നമുക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ ലോസ് തടയാനും ഹെയർ ഗ്രോത്തിനെ അത് കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്കുള്ളവർക്ക് അത് ട്രീറ്റ് ചെയ്താലും ഹെയർ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റും ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എല്ലാവരും മുടി കൊഴിച്ചിൽ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഓയിലുകൾ ഉപയോഗിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യാൻ നോക്കുക ചെയ്യുക. പക്ഷെ ഓയിലുകൾക്കൊക്കെ ട്രീറ്റ് ചെയ്യുന്നതൊരു പരിധിയുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ഫസ്റ്റ് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഓയിൽ മസാജ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതൊരു അസുഖവും നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോക്ടറെ നമ്മൾ കണ്ട് വിസിറ്റ് ചെയ്ത് അവരുടെ ഒപ്പീനിയനും അവരുടെ ട്രീറ്റ്മെൻറ്റും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഓരോ അസുഖങ്ങളും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.